ഹലോ, നമസ്കാരം. ഇന്ന് ഒരു ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുള്ളി ലോഡഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഐറ്റം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കാം. അത്രയും ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവയാണ് കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ് റവ, 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. ഇനി ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് ഈ റവയും തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ഒരുപാട് വെള്ളത്തോടു കൂടി വെക്കരുത്. ഈ റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുകയും വേണം കേട്ടോ. എല്ലാവരുടെയും കറക്റ്റായിട്ട് നമുക്ക് അതിനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഒരു കട്ടയും ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ആണ് ഇടുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ പച്ചമുളക്, 1 ഒനിയൻ ചോപ്പ് ചെയ്തത്, എല്ലാം ചെറുതായിട്ടാട്ടോ ചോപ്പ് ചെയ്യേണ്ടത്. 1 കപ്പ് ബീൻസും ഒക്കെ നല്ല പൊടിയായി അരിയണേ. ഇനി 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇടാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാട്ടോ. 1 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് യെല്ലോ ക്യാപ്സിക്കം, 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം. എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വെജിറ്റബിൾ ഇടാം. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ദോശമാവാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഫെർമെന്റ് ആയിട്ടുള്ള മാവാണിത്. ദോശമാവ് ഇല്ല എങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. അപ്പം ഇത് നന്നായിട്ട് എല്ലാവരുടെയും അത് പൊന്തി വരാനും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും, 1 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കേട്ടോ, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ആവരുത്, ഒരുപാട് ലൂസ് ആയിട്ടുള്ളതല്ല കേട്ടോ പരുവം. ഇത് നമ്മൾ ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല, തിന്നും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം മിക്സ് ആയി വന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം ഇതെല്ലാം മിക്സ് ആയി വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാറ്റ് മസാല കൂടി ഇടണം. അപ്പോൾ 1 ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല ആദ്യം ഇട്ട് കൊടുക്കാതിരുന്നത് എല്ലാം കട്ടിയായിരിക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും ആയിട്ട് ആ ടേസ്റ്റ് നിൽക്കട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ തന്നെ എത്തുകയും ചെയ്യും. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി യോജിപ്പിക്കാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെടുത്തിട്ട് കുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പൊന്നും പോരായെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ കേട്ടോ, ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഞാൻ ഒഴിക്കുന്നുള്ളൂ. എണ്ണയ്ക്ക് പകരം ബട്ടറോ ഒക്കെ ഇടാം. അതിലേക്ക് കുറച്ച് ജീരകം, 1 ടീസ്പൂണോളം ജീരകം കൂടി പൊട്ടിച്ചിടാം കേട്ടോ. ജീരകമൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തെള്ളാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് കറുത്തെള്ളി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അത് 2-3 നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ചട്ടോ, ഫുൾ ദോശ ഈ മാവിടരുത്. ഇതിന്റെ കുറച്ച് ഭാഗം, ഒരുപാട് തിക്കായിട്ട് ചെയ്യരുത്, അപ്പോൾ വേവാൻ ബുദ്ധിമുട്ടാവും. നമുക്ക് ഇതിനെ ഞാൻ ഒറ്റ പാനിൽ ഒന്നായിട്ട് ഉണ്ടാക്കുന്നത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി ഉണ്ടാക്കാം. ഇതിനെ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ. എന്നിട്ട് ആ സൈഡിലുള്ള ജീരകത്തിന്റെ ഒക്കെ അതിന് ഉള്ളിലേക്കാക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇങ്ങനെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാട്ടോ. ഇനി ഇതിനെ ഒരു 10 മിനിറ്റിന് അടച്ചു വെക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 5-10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് പൊട്ടാതെ മറിച്ചിടാനായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് മാറ്റാണ്. കണ്ടോ, അപ്പോൾ ആ ഭാഗം വെന്തത് കൊണ്ടാണ് നമുക്ക് പൊട്ടാതിരുന്നത്. ഇനി ആ പോർഷൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മറിച്ചിടുന്ന സമയത്ത് അടിയിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാട്ടോ. അപ്പം ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുക്കാവട്ടെ. നിങ്ങൾക്കിത് ഇത്ര ഒരുപാട് കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ടൈം കൂടും. ഇതായിട്ടുണ്ട് നോക്കാം. നമുക്കൊന്നും കൂടി അതിനെ ഒന്ന് മറിച്ചിടാം. ഇതാ ഈ സൈഡ് സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയി വെന്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യരുത്, അപ്പോൾ സോഗിയായി പോകും. ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഈ സൈഡും കൂടി ഒന്നും കൂടി കുക്കാക്കുന്നുണ്ട് കേട്ടോ. വെന്തുണ്ടോ നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കാം. അപ്പം റെഡി.
ഇപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ഒക്കെ പെർഫെക്റ്റ് ആയി വരുള്ളൂ. ഉടനെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കുറച്ച് സോഗിയാണോ വെന്തിട്ടില്ലേ എന്നൊക്കെ തോന്നും കേട്ടോ. ഇതിപ്പോൾ ഇതാ നമുക്ക് നോക്കാം, പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് കൊറിയാണ്ടർ ചട്നിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. വെറുതെയും ചായയുടെ കൂടെ കഴിക്കാനും പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.